Welcome back. So in this session, we are going to discuss one of the important and an interesting chapter. So we are familiar with the topic production. Is it production in crops, food, resources, etc. So we are always been connected with those things. Is it? So in our nation, we all sort of have different types of crop varieties. Is it? We have different types of cultivation and different types of farming systems and all. Is it? So നമുക്കറിയാം നമ്മുടെ സിസ്റ്റത്തിന് നമ്മുടെ അഗ്രികൾച്ചർ സിസ്റ്റത്തിലായിക്കോട്ടെ കൾട്ടിവേഷൻ സിസ്റ്റത്തിലായിക്കോട്ടെ there are many things to learn and interesting. Is it? So today we are going to deal with one of the important chapter, that is improvement in food resources. So what do you mean by improvement in food resources? എന്താണ് ഈ ഫുഡ് റിസോഴ്സിന്റെ ഇംപ്രൂവ്മെന്റ്? What is that concept related to? എന്താണ് മക്കളെ അതിൽ ഇംപ്രൂവ്മെന്റ് നമ്മൾ പറയാൻ കാരണം എന്തായിരിക്കും? സോ സി ഇംപ്രൂവ് ചെയ്യുക. സോ ദർ ആർ ദ ഫുഡ് റിസോഴ്സ് ദാറ്റ് ഈസ് നമുക്ക് ഇപ്പോൾ ഉള്ള ഫുഡ് റിസോഴ്സ് അത് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യുക, ടു ഇംപ്രൂവ് ചെയ്യുക, ടു ഇംപ്രൂവ് ദ ഫുഡ് റിസോഴ്സസ്. വാട്ട് ഈസ് എ ഫുഡ് റിസോഴ്സ്? എന്താണ് ഈ ഫുഡ് റിസോഴ്സസ്? ഫുഡ് ഉണ്ടാക്കുന്ന സിസ്റ്റം, ദാറ്റ് മെത്തേഡ്, ദാറ്റ് സ്റ്റോറിംഗ് കപ്പാസിറ്റി, എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്, ആ റിസോഴ്സ് ചെയ്യപ്പെടുന്നത്. സോ ആ സിസ്റ്റത്തെ എൻഹാൻസ് ചെയ്യേണ്ട കുറച്ച് ടേംസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വി ആർ ഗെറ്റിംഗ് ബാക്ക് ടു എ ന്യൂ ചാപ്റ്റർ, ദാറ്റ് ഈസ് ഇംപ്രൂവ്മെന്റ് ഇൻ ഫുഡ് റിസോഴ്സസ്. സോ ബിഫോർ ദാറ്റ്, വാട്ട് യു മീൻ ബൈ ഫുഡ്? അതെ, നമ്മൾ എല്ലാപ്പോഴും കഴിക്കുന്ന ഫുഡ് തന്നെ അല്ലേടാ. എന്താ ഈ ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ദാറ്റ് ഇസ് പ്രൊവൈഡിങ് എനർജി ഇൻടേക്ക് ചെയ്ത് നമ്മൾ കഴിക്കുന്ന ഒരു form of things that is known as food അല്ലെ. ആ ഫുഡ് റിസോഴ്സസ് ഇൻ ദ ഫോം ഓഫ് എങ്ങനെയാണ്? റൈസ്, വീറ്റ്, അങ്ങനെയുള്ള ഫോമിൽ നമ്മൾ കഴിക്കാറുണ്ട്. സീരിയൽസ്, പൾസസ്, നട്ട്സ്, ഗ്രാംസ് ഒക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. നമ്മുടെ ബോഡിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഫുഡ് കൺസപ്ഷൻ ചെയ്യുന്നത്. സോ ഈ റിസോഴ്സ് ഈ ഫുഡിൽ തന്നെ നമ്മൾ റിസോഴ്സ് ആയിട്ട് അത് സ്റ്റോറേജ് ചെയ്യപ്പെടണം. കാരണം ആസ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ പോപ്പുലേഷന്റെ അളവ് കൂടുമ്പോൾ നമുക്ക് ഇതിന്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് ഷോർട്ടേജ് ഉണ്ടാവും. സോ ആ ഫുഡ് റിസോഴ്സസ് ഇൻക്രീസ് എങ്ങനെ ചെയ്യാം, അതെങ്ങനെ നമുക്ക് അതിന് കൂടുതൽ റീസൺസ് കണ്ടെത്തി നമുക്ക് അതിനെ എൻഹാൻസ് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക്. സോ ലെറ്റ്സ് ഗോ വിത്ത് ദ ചാപ്റ്റർ ഇംപ്രൂവ്മെന്റ് ഇൻ ഫുഡ് റിസോഴ്സസ്. നൗ ഐ ബി ആസ്കിങ് യു എ ക്വസ്റ്റ്യൻ. ഡസ് ഫുഡ് പ്രൊഡക്ഷൻ സോൾവ് ദ പ്രോബ്ലം? നമ്മുടെ വേൾഡിലെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ പ്രോബ്ലംസ് ഈ ഫുഡ് പ്രൊഡക്ഷൻ കൊണ്ട് മാറുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഉണ്ടോ? ഓക്കെ, നമുക്ക് നോക്കാം അതെന്താ കാര്യം. സിംപ്ലി ഇൻക്രീസിംഗ് grain production for storage in warehouse cannot solve the problem of malnutrition and hunger. വെറുതെ ഭക്ഷണങ്ങള് ഒരു വെയർഹൗസിൽ, ഒരു ഗോഡൌണില് വെറുതെ കുറെ നെല്ലും അരിയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് ഇങ്ങനെ പുഴുത്തി വെച്ചിട്ട് അവിടെ യാതൊരു കാര്യവും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിലെയോ അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയിലെ പോവേർട്ടി അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാത്ത അവസ്ഥ, അതുകൊണ്ട് ഉണ്ടാകുന്ന വിശപ്പ്, അതേപോലെ തന്നെ മാൽ ന്യൂട്രീഷൻ, ഡെഫിഷ്യൻസി ഇൻ ന്യൂട്രീഷൻ, ഈ കാര്യങ്ങൾക്കൊന്നും കുറവും വരാൻ പോകുന്നില്ല, ഒരു മാറ്റം വരാൻ പോകുന്നില്ല. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സോ നമ്മൾ ഉള്ള സാധനം അത് ബെറ്റർ ക്വാളിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യണം. വെറുതെ അത് കെട്ടിവെക്കുക എന്നൊരു പ്രോപ്പർട്ടി മാത്രമല്ല ചെയ്യേണ്ടത്. സോ പീപ്പിൾ നീഡ് മണി ടു ബൈ ഫുഡ് അല്ലെ. ഇംപ്രൂവിംഗ് ദ ഇൻകം ഓഫ് ഇൻഡിവിജ്വൽസ് എംപ്ലോയിഡ് ഇൻ അഗ്രികൾച്ചർ. അപ്പൊ പ്രോപ്പറായിട്ട് ഇൻകം എങ്ങനെ ജനറേറ്റ് ചെയ്യാം, ഇതിലൂടെ നമുക്ക് എങ്ങനെ ഒരു മാർക്കറ്റിലേക്ക് നമ്മുടെ ഫുഡ് സോഴ്സസ് എത്തി അത് നമുക്ക് മാർക്കറ്റ് ചെയ്തിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. സോ മക്കളെ, സിംപ്ലി ഇൻക്രീസിംഗ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ഫോർ storage in warehouse cannot solve the problem of malnutrition as well as hunger. There is deficiency in nutrition. In എന്താണ് ന്യൂട്രീഷൻ? അതിന് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? മാൽ ന്യൂട്രീഷൻ എന്ന് പറയാ. മാൽ ന്യൂട്രീഷൻ കാണില്ലേ? മാൽ ന്യൂട്രീഷൻ ഓക്കെ അല്ലേടാ? സോ മാൽ ന്യൂട്രീഷൻ എന്ന് പറയും. ആൻഡ് ഹങ്കർ, വിശപ്പും. സോ നമുക്കറിയാം വിശപ്പാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധി. ഒരു വിശപ്പ് വന്നാല് അതിൻ്റെതായ അത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ വേറെ ഇല്ല എന്ന് നമുക്ക് പറയാം. വേറെ എന്തും നമുക്ക് സഹിക്കാൻ പറ്റും. പക്ഷെ ഒരു വിശപ്പിനേക്കാൾ ഇത്രയും വലിയൊരു സംഭവം ഇല്ല. അപ്പൊ അതത് കൺട്രോൾ ചെയ്യാൻ, അത് മാറ്റാൻ, അത് ആളുകളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ഡു സംതിങ്. അപ്പൊ എന്താ നമ്മൾ ഫിനാൻഷ്യലി ഈ ഫാമേഴ്സിന്റെ ഒക്കെ സ്റ്റാറ്റസ് ഒന്ന് ഇംപ്രൂവ് ചെയ്യുക. അപ്പൊ ഇതിന് അതായത് അവർ ചെയ്യുന്ന
കൃഷിക്ക് അതിൻ്റെതായ എമൗണ്ട് അവർക്ക് കിട്ടണം, അതിൻ്റെതായ പ്രൊഡക്ട്സിന് അവർക്ക് അതിൻ്റെതായ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ അവർക്ക് അവരുടെ ഫാമിലിനെ നോക്കാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുള്ളൂ. സോ വാട്ട് ഈസ് ദ തിങ്? സിംപ്ലി ഇൻക്രീസിങ് ഗ്രെയിൻ പ്രൊഡക്ഷൻ. അതായത് ഗ്രെയിൻസിന്റെ പ്രൊഡക്ഷൻ വെറുതെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, വെയർ ഹൗസിൽ വെച്ചിട്ട് കാര്യമില്ല. വാട്ട് ഷുഡ് വി നീഡ് ടു ഡു? കനോട്ട് സോൾവ് ദ പ്രോബ്ലം ഓഫ് മാൽന്യൂട്രീഷൻ. അതങ്ങനെ പൂട്ടി വെച്ചാല് മാൽന്യൂട്രീഷൻ അതേപോലെ ഹങ്കർ എന്നീ കാര്യങ്ങൾക്ക് അവിടെ യാതൊരു കുറവും വരാൻ പോകുന്നില്ല. അല്ലേ മക്കളെ? അല്ലേ? സോ വാട്ട് ഇസ് ദ തിങ് ദാറ്റ് വി നീഡ് ടു? People need money to buy food. People need what? Money to buy what? Food. ഭക്ഷണം വാങ്ങാൻ അവർക്ക് പൈസ വേണം. They need money to buy food. Okay, improving the income of individuals employed in agriculture. Improving the income of individuals employed in agriculture. Agriculture അവരെ ഇംപ്രൂവ് ചെയ്യുന്ന ഇൻകം ഇൻ ഇൻഡിവിജ്വൽസ് എംപ്ലോയിങ് അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിൽ വർക്ക് ചെയ്യുന്ന ഫാമേഴ്സ് ആയിക്കോട്ടെ, അവിടെ ഉണ്ടാകുന്ന ലേബേഴ്സ് ആയിക്കോട്ടെ, അവർക്ക് ഇൻകം വേണമെങ്കിൽ എന്താണ് അവര് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവർ ചെയ്യുന്ന പ്രൊഡക്ട്സിന്, കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സിന് പ്രോപ്പർ വാല്യൂ ഓർ പ്രോപ്പർ ഇൻകം ഷുഡ് ബി ദേർ. അതിന് പ്രോപ്പർ ആയിട്ട് ഒരു ഇൻകം, ഒരു കോസ്റ്റ് അതിന് വേണം. എന്നാൽ മാത്രമേ അവർക്ക് പ്രോപ്പറായിട്ട് അത് കച്ചവടം ചെയ്ത് അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റൂ. അതുകൊണ്ട് എന്തുകൊണ്ടാണ് അത് വേണ്ടത്? സോ ദേ നീഡ് ഫുഡ്. അവർക്ക് അവരുടെ വീട്ടിലേക്കും ഫുഡും കാര്യങ്ങൾക്കും വേണം. സോ ഈ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ ഡീലി ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? സോ അഗ്രികൾച്ചർ ഈ ഒരു നീഡിൽ നമ്മുടെ ഇംപ്രൂവ്മെന്റ് ഇൻ ക്രോപ്സ് ആൻഡ് ഫുഡ് റിസോഴ്സ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് റിലേറ്റഡ് ടു ദിസ് ഇസ് ക്ലിയർ ഫോർ യു. ഇസ് ഇറ്റ്? മനസ്സിലായില്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എന്ന് നോക്കാം നമുക്ക്. ഇതാ ഒരു ജസ്റ്റ് കൺസിഡർ ഒരു ഫാമിംഗ് കേസില് അവിടെ എന്തൊക്കെയാണ് നമുക്ക് ജോലി ഉള്ളത് നോക്ക്. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ സോയിൽ ഒന്ന് നീറ്റ് ചെയ്യണ്ടേ? പ്രോപ്പറായിട്ട് സോയിലൊക്കെ ഒന്ന് അവിടെയുള്ള കാടും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി അവിടെ കുറച്ച് വെള്ളമൊക്കെ നനച്ച് വി നീഡ് ടു ഡിഗ് അപ്പ് ദ സോയിൽസ് ആൻഡ് ഓൾ. സർ എന്നിട്ട് അവിടെ ഒരു വിത്ത് നട്ട് ആ വിത്ത് ഉണ്ടായി ഒരു പ്ലാന്റ് ആയി. പിന്നെ അവിടെ എന്താ പറയാ, നമുക്കൊരു നല്ലൊരു സോഴ്സ് ഓഫ് വെജിറ്റബിൾസ് ആയിക്കോട്ടെ മറ്റു ക്രോപ്സ് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല വാട്ടർ സോഴ്സിങ് വേണം. അതേപോലെ നമുക്ക് എന്താ പറയാ കുറെ ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളും ഒക്കെ വേണ്ടേ നമുക്ക് അത് ചെയ്യാൻ. അപ്പൊ അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. ആ പ്ലാന്റ് കൺസേർവ് ചെയ്ത് അതിനെ എന്താ പറയാ ഒരു പുതിയ ക്രോപ്പ് ഉണ്ടാക്കി എടുക്കാനുള്ള അത് നിസാരപ്പെട്ട ഒരു പണിയൊന്നുമല്ല. സോ ദേ നീഡ് വാട്ട്? എനർജി ആൻഡ് ഫുഡ് ആൻഡ് മണി ഫോർ ദാറ്റ്. ഇതൊക്കെ എന്താണ് അവർ ചെയ്യുന്ന എന്താ പറയാ ജോലിക്ക് അവർക്ക് ഇൻകം കിട്ടണ്ടേ? സോ ഫോർ ദാറ്റ് ദീസ് തിങ്സ് ഷുഡ് ബി എൻഷ്യൂർഡ്. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ജനറേഷനിൽ ഇംപ്രൂവ്മെന്റ് ഇൻ ക്രോപ്സ് എന്നൊരു കാറ്റഗറൈസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഐ ഹോപ്പ് ദാറ്റ് കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു. അല്ലേ മക്കളെ? ഓക്കെ. ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലെ കുറെ കർഷകർ ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ നമ്മൾ കാണുന്നുണ്ട്. അല്ലേ മക്കളെ? സോ വാട്ട് ഇസ് മെയിൻ പേർപ്പസ് ഫോർ ദാറ്റ്? എന്തായിരിക്കും അതിന്റെ കാരണം? ഇങ്ങനെ അതായത് ക്രോപ്സിന് അവര് വിചാരിക്കുന്ന ക്രോപ്സിന് അവർക്കൊരു ഫിക്സ്ഡ് ആയിട്ട് എമൗണ്ട് അവർ വിചാരിച്ചിട്ടുണ്ട്, അത് കിട്ടുന്നില്ല. പ്ലസ് ഇത് എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ അതിനൊക്കെ ചാർജസ് ഭയങ്കരമായിട്ട് കൂടുമ്പോൾ ഇവർക്ക് അത് പൈസ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുന്നില്ല. സോ ദേ ആർ നോട്ട് ഗെറ്റിംഗ് ദ പ്രോഫിറ്റ്. So that is why these reasons are there. So proper improvement in the income, that is the level of the value of the crop should be included and increased. Okay, that's it. Now see, nutrients provided by plants. What are the important nutrients that is provided by plants? മക്കളെ എന്തൊക്കെയാണ് പ്ലാന്റ്സ് തരുന്ന നമുക്ക് ഇമ്പോർട്ടന്റ് ആയ ന്യൂട്രിയൻസ്? പ്ലാന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ന്യൂട്രിയൻസ് എന്തൊക്കെയാണ്? എന്താണ് പ്ലാന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒന്ന്, നമ്പർ 1 കാർബോഹൈഡ്രേറ്റ്. എന്താ മക്കളെ? കാർബോഹൈഡ്രേറ്റ് അല്ലേ? സോ നമ്പർ 1 is what? കാർബോഹൈഡ്രേറ്റ്. നമുക്ക് കാർബോഹൈഡ്രേറ്റ് പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഫുഡ് റിസോഴ്സിൽ ഉണ്ടാവുന്നുണ്ട് അല്ലേ? വീറ്റില്, റൈസില്, മെയ്സില്, മില്ലറ്റ്സില്, സോഗം എന്ന് പറഞ്ഞൊരു ക്രോപ്സിലാണ് നമ്മൾ ഇത് മെയിൻ ആയിട്ട് കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലായിട്ട് കാണുന്നത്. സോ എന്തിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് മക്കളെ കാർബോഹൈഡ്രേറ്റ്സ് കാണുന്നത്? ശ്രദ്ധിക്കുക, വീറ്റിൽ ഉണ്ടാവും അല്ലേ? വീട്ടിൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാവില്ലേ? ഉണ്ട്. റൈസിൽ ഉണ്ടാവും, മെയ്സിൽ ഉണ്ടാവും, മില്ലറ്റ്സിൽ ഉണ്ടാവും, സോഗം എന്ന് പറഞ്ഞ ഒരു ക്രോപ്പിലും കൂടി ഉണ്ടാവും. സോ നമുക്കറിയാം നമ്മുടെ അരി, നെല്ല്,
മില്ലറ്റ്സ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്താണ് കാർബോഹൈഡ്രേറ്റ്, അതായത് എൻറിച്ച് സ്റ്റോറേജ്, അതായത് നമ്മുടെ ഗ്ലൂക്കോസ് കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ആകുന്നൊരു ഫോമില്ലേ നമ്മുടെ കാർബോഹൈഡ്രേറ്റ്, അത്രയും കാർബ്സ് എന്ന് നമുക്ക് പറയാം അല്ലെ. കാർബ്സ് എന്ന് നമുക്ക് ഇനീഷ്യലി പറയാം. അപ്പൊ കാർബോഹൈഡ്രേറ്റ് അത്രയും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ. അത് നമുക്ക് ആര് തരുന്നുണ്ട്? പ്ലാന്റ് ന്യൂട്രീഷണലായിട്ട്, ന്യൂട്രീഷൻ വാല്യൂ ആയിട്ട് നമുക്ക് കാർബ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തല്ലോ മക്കളെ, കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ. ഇനി രണ്ടാമത്തെ ആരാ മക്കളെ? പ്രോട്ടീൻ. പ്രോട്ടീൻ വേണ്ട നമുക്ക്. വി നീഡ് എനർജി. പ്രോട്ടീൻ നമുക്ക് വേണം. പ്രോട്ടീൻ എന്തൊക്കെ ഫുഡ് പ്രോഡക്ട്സ് ആണ് നമുക്ക് പ്രോട്ടീൻസ് കിട്ടുക മക്കളെ? ശ്രദ്ധിക്കുക, എന്തൊക്കെയാണ് കിട്ടുക? വി ഗെറ്റ് ഫ്രം ഗ്രാം അല്ലേ, ചന മസാല അങ്ങനെയൊക്കെ കിട്ടില്ല നമ്മൾ ചന, ഗ്രാംസ് അല്ലെ, ഗ്രാം, പീ, ബ്ലാക്ക് ഗ്രാം, ഗ്രീൻ ഗ്രാം, പീജിയൻ പീ ആൻഡ് ലെറ്റിൽ, മെസൂർ എന്ന് പറയും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രോട്ടീൻ കിട്ടുക. നമുക്ക് ചെറുപയറ്, കടല അങ്ങനെയുള്ള ധാന്യങ്ങളൊക്കെ അല്ലേ, അതിൽ നിന്നൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് പ്രോട്ടീൻസ് കിട്ടുക. പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, ലീവ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് കിട്ടുക? പ്രോട്ടീൻസ് കിട്ടുക. പ്രോപ്പറായിട്ട് പ്രോട്ടീൻസ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാർബ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ് ഒക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്ലാന്റ്സ് നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കുമ്പോൾ കിട്ടുന്നുണ്ട് അല്ലേ മക്കളെ? സോ ഇത്രയും ഇമ്പോർട്ടന്റും നെസറി ആയിട്ടുള്ള ആളുകളാണ് ആര് മക്കളെ? പ്ലാന്റ്സ്. ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? അപ്പൊ ഇത് നിങ്ങൾ നന്നായി പഠിക്കണം. ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ എന്തൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പിന്നെ എന്താണ് നമ്മുടെ പ്രോട്ടീനാണ് അടുത്ത ആള്. പ്രോട്ടീൻ നോക്ക്, ഗ്രാം, നമ്മുടെ പീ, ഗ്രാം, പട്ടാണി, കടല, പച്ചപ്പട്ടാണി ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ചെറുപയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഡെയിലി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ പുട്ടും കടലയും കഴിക്കുന്നുണ്ട്. അപ്പൊ കാർബോഹൈഡ്രേറ്റും ആയി, അതേപോലെ തന്നെ പ്രോട്ടീനും ആയി നമുക്ക് അല്ലേ മക്കളെ? സോ അങ്ങനെ നിങ്ങൾ ദിവസം ആലോചിച്ചാൽ മതി, ഇതൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്ലാന്റ്സ് എന്നല്ലേ. ഈ പ്ലാന്റ്സ് ആരൊക്കെയാണ് ഇത് ക്രോപ്സ് ആയിട്ട് ചെയ്യുന്നത്? ഫാമേഴ്സ് അല്ലടാ. അവർ അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ നാടിനും നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ അവർ ചെയ്യുന്നത്. സോ വി നീഡ് ടു see for them also. Okay, നമ്മൾ അവരും കാണണം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ അപ്പോൾ നമ്മൾ പ്രോട്ടീന്റെ കാര്യം പറഞ്ഞു. ഈ പ്രോട്ടീൻ നമുക്ക് മസിൽ ഗ്രോത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും മസിൽ എൻറിച്ച്മെന്റിനും ബോഡിക്ക് ആവശ്യം എന്താണ്? പ്രോട്ടീൻസ് തന്നെയല്ലേ. പ്രോട്ടീനല്ലേ ശക്തി കിട്ടുന്നത് അല്ലെ? ഈ ബോഡി ബിൽഡേഴ്സ് ഒക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെയുള്ള പ്രോട്ടീൻസ് കഴിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്രാം, പീ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ, ഗ്രീൻ ഗ്രാം, ബ്ലാക്ക് ഗ്രാമിലൊക്കെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? പ്രോട്ടീൻസ് കിട്ടുന്നുണ്ട്. I hope the concept of protein is also clear for you. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ന്യൂട്രീഷൻ പ്രൊവൈഡ് ബൈ പ്ലാന്റ്സ് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. കാർബോഹൈഡ്രേറ്റ് ആസ് വെൽ ആസ് പ്രോട്ടീൻ. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ. നമുക്കിനി അടുത്തത് നോക്കിയാലോ? ഓക്കെ, നൗ സി അടുത്ത എന്തെന്ന് പറയാ? അടുത്ത എന്താണ്? അടുത്ത ആള്, മൂന്നാമത്തെ ആൾ ആരാ മക്കളെ? മൂന്നാമത്തെ ആൾ ആരാണ്? We know who is that? This person ആരാണ്? ഫാറ്റ് അല്ലേ? ഫാറ്റ്. മൂന്നാമത്തെ ആൾ ആരാണ് മക്കളെ? ഫാറ്റ് ആണ്. കണ്ടോ, നമ്മുടെ ഫാറ്റ് ആണ് ഇതിലെ ഏറ്റവും വലിയ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആള്. സോ ഫാറ്റിന്റെ കേസിൽ നോക്ക് നിങ്ങള്. ഫാറ്റിന്റെ കേസിൽ ഓയിൽ സീഡ് എന്നൊരു ക്ലാസിഫിക്കേഷനിലാണ് അത് അറിയപ്പെടുന്നത്. എന്താണ് ഈ ഓയിൽ സീഡ്? എന്താണ് ഈ ഫാറ്റ് മക്കളെ? ഇതിലൊക്കെ മെയിൻ ആയിട്ട് കാണുന്ന ഫാറ്റ് ശ്രദ്ധിക്കുക. സോയാബീൻ, ഗ്രൗണ്ട്നട്ട്, സെസ്മേ, കാസ്റ്റർ, മസ്റ്റർഡ്, ലിൻസീഡ്, സൺഫ്ലവർ. നീക്ക് ഇതൊക്കെ അറിയാലോ. നമ്മൾ സോയാബീനിൽ ഫാറ്റ് ഉണ്ട് അല്ലേ മക്കളെ? സോയാബീൻ ഉണ്ട്. അതേപോലെ ഗ്രൗണ്ട് നട്ട്, നമ്മൾ നിലക്കടല, നമ്മൾ പീനട്ട് ബട്ടർ എന്നൊക്കെ ഉണ്ടാക്കുന്ന നിലക്കടലയില്ലേ, അതിലുണ്ട്. പിന്നെ സെസ്മി എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ക്രോപ്പാണ്. കാസ്റ്റർ, ആവണക്ക് എന്നൊക്കെ പറയുന്ന സംഭവം. മസ്റ്റർഡ് ഓയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, കടുകെണ്ണ എന്നൊക്കെ. ലിൻസിഡ്, സൺഫ്ലവർ ഓയിൽ. സൺഫ്ലവർ ഓയിൽ നമുക്ക് ഫെമിലിയർ അല്ലേ മക്കളെ? നമ്മൾ ഡെയിലി യൂസിൽ കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നല്ലേ. അപ്പൊ ഇതൊക്കെ എന്താണ്? ഫാറ്റിന്റെ സോഴ്സ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ നമുക്ക് ആരെ തരുന്നത് നിങ്ങൾ ആലോചിക്കണം. പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സിന്റെ ഇതിൽ നിന്നാണ് നമുക്കിത് കിട്ടുന്നത്. സോ പ്ലാന്റ് ഓൾസോ പ്ലേ സച്ച് എൻ ഇമ്പോർട്ടന്റ് റോൾ. ഇത്രയും ഇമ്പോർട്ടന്റ് റോൾ ആര് ചെയ്യുന്നുണ്ട് മക്കളെ? നമ്മുടെ പ്ലാന്റ്സ് ചെയ്യുന്നുണ്ട്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ മക്കളെ? സോ ആരാ ചെയ്യുന്നത്? പ്ലാന്റ്സ് ആണ്. സോ വാട്ട് ഈസ് പ്രൊവൈഡിങ്? ഫാറ്റ് ആണ് മക്കളെ അല്ലേ? സോ തേർഡ് വൺ ആരാ മക്കളെ? നമ്മുടെ ഫാറ്റ് ആണ്. ഓക്കെ അല്ലേ? സോ ഇറ്റ് ഈസ് ഫാറ്റ്. ഓക്കെ, നൗ വി ക്യാൻ ഗോ ഫോർ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. നമുക്കറിയാം വിറ്റാമിനും മിനറലും ഇതൊക്കെ ആര് തരുന്നുണ്ട്? നമ്മുടെ പ്ലാന്റ്സ് തരുന്നുണ്ട്. അത് എങ്ങനെയാണ് അതിൽ നിന്ന് കിട്ടുന്നത്? ഏതൊക്കെ രീതിയിലാണ് കിട്ടുന്നത്? മെയിൻ ആയിട്ട് വെജിറ്റബിൾസ്, സ്പൈസസ് ആൻഡ് ഫ്രൂട്ട്സ് അല്ലേടാ. വെജിറ്റബിൾസ്, സ്പൈസസ്,
ഫ്രൂട്ട്സിൽ നിന്ന് നമുക്ക് വെജീസ് കഴിക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് കിട്ടും. ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ ഡെയിലി കഴിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസ് നമ്മൾ കഴിക്കുന്ന സംഭവം തന്നെയാണ്. അപ്പൊ അതിനെക്കുറിച്ച് പക്ഷേ ന്യൂട്രീഷൻ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ നമ്മളെ പ്ലാന്റ്സ് ആണ് കിട്ടുന്നത്. എന്നിട്ട് അത് നമ്മൾ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാതെ, അതിന് സപ്പോർട്ട് ചെയ്യാതെ നമ്മൾ നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നോക്ക്, വെജിറ്റബിൾസ്, സ്പൈസസ്, ഫ്രൂട്ട്സ്, എന്തൊക്കെയാണ് മക്കളെ? വെജിറ്റബിൾസ് ഉണ്ട്, സ്പൈസസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. ഇതൊക്കെ എന്തിന്റെയാണ്? വൈറ്റമിൻസ്, മിനറൽസ്. എന്തിന്റെയാണ് മക്കളെ? വൈറ്റമിൻസും അതേപോലെ മിനറൽസിന്റെയും കേസുകളാണ്. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? പിടികിട്ടിയില്ലേ? സെറ്റ് അല്ലേ കോൺസെപ്റ്റ്? അല്ലേടാ? ഓക്കെ, ഇനി നോക്ക്, ഫോഡർ ക്രോപ്സ്. എന്താണ് ഈ ഫോഡർ ക്രോപ്സ്? ഓട്സ്, ബർസീം, ഗ്രാസ്, സുഡാൻ ഗ്രാസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മൾ ബാർലി, ഓട്സ് കാര്യങ്ങളൊക്കെ ഇല്ല, ഓട്ട്, ബാർലീസ്, അങ്ങനെയുള്ള, ഇപ്പൊ സുഡാൻ ആയിക്കോട്ടെ, ബർസീം ആയിക്കോട്ടെ, ഇതൊക്കെ ഫോഡർ ക്രോപ്സ് ആണ്. അതേപോലെ തന്നെ ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ ബാക്കിയുള്ള യൂസ്ഫുൾ തിങ്സ് ആയി നമ്മൾ യൂസും ചെയ്യുന്നുണ്ട്. ഇൻ കേസ് നമ്മൾ ഈ ഉമിക്കരി ഒക്കെ യൂസ് ചെയ്ത് നമ്മളെ ബ്രഷ് ഒക്കെ പല്ല് ഉപയോഗിക്കും ഒക്കെ ചെയ്യുന്നല്ലേ. സോ ഇതൊക്കെ എന്താ പറയുക, ഇതിന്റെ പാർട്ടായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ നമ്മൾ 4ാമത്തെ ആരെയാണ് പഠിച്ചത്? വൈറ്റമിൻസ്, മിനറൽസും. 5ാമതായിട്ട് ഫോഡർ ക്രോപ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ ആദ്യം ആരെ കുറിച്ച് പഠിച്ചു? കാർബോഹൈഡ്രേറ്റ് സെറ്റ് അല്ലേ? അല്ലേടാ? 2ാമത് ആരെ കുറിച്ച് നമ്മൾ പഠിച്ചത്? പ്രോട്ടീൻസ് അല്ലേ? പ്രോട്ടീൻസ് ആണ്. 3ാമത് നമ്മൾ ആരെ കുറിച്ചാണ് പഠിച്ചതടാ? നമ്മൾ ആരെ കുറിച്ചാണ് പഠിച്ചത്? പറ, 3ാമത് ആരെ കുറിച്ചാണ് പഠിച്ചത്? നമ്മുടെ ഫാറ്റ് അല്ലേ, ലിപ്പിഡ്സ് എന്ന് പറയാം. 4ാമത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? 5ാമത് നമ്മൾ ആരെ കുറിച്ചാണ് പറഞ്ഞത്? 5ാമത് ആരെ കുറിച്ചാണ് പറഞ്ഞത്? ഫോഡർ ക്രോപ്സ്. ആൻഡ് ഈ ഫോഡർ ക്രോപ്സിന് നമുക്ക് എന്താ പറയാ, വളമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ കാറ്റിൽസിനൊക്കെ നമുക്ക് ഇത് പ്രൊവൈഡ് ചെയ്യാം, അവർക്ക് കഴിക്കാനും അവിടെ അതിന്റെ യൂസ്ഫുൾ പ്രൊഡക്ട്സ് ആയിട്ട് നമുക്ക് ആരെ യൂസ് ചെയ്യാം? നമ്മുടെ ഫോഡർ ക്രോപ്സിനെയും യൂസ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ ന്യൂട്രീഷൻ ലെവലിന്റെ ബേസിൽ നമ്മൾ പറയേണ്ടത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് റിലേറ്റഡ് ടു വാട്ട് പ്ലാന്റ് എന്തൊക്കെ തരത്തിലുള്ള ന്യൂട്രീഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു. Is it? So this is all about what plants provide for us in the form of nutrition. That's it. Thank you. Hello students, so welcome back. So now we are going to discuss some of the important concepts related to this chapter. So what is that? Crops requirements. What are the things that is essential for the requirement of crops? എന്തൊക്കെയാണ് ഒരു ക്രോപ്സിന് വേണ്ട റിക്വയർമെന്റ്സ് മക്കളെ? ആ കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐ ഹോപ്പ് യു ആർ ഇൻട്രസ്റ്റഡ് ആൻഡ് okay അല്ലേ? സെറ്റ് അല്ലേ? സോ ടേക്ക് യുവർ നോട്ട്ബുക്ക്. നൗ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ സി മക്കൾ നോക്ക്, ക്രോപ്സ് റിക്വയർമെന്റ്സ്. എന്തൊക്കെയാണ് ക്രോപ്സിന്റെ റിക്വയർമെന്റ്സ് നമുക്ക് നോക്കാം. അവരോട് തന്നെ ചോദിച്ചാലോ? എന്നാ, സോ ഡിഫറെന്റ് ക്രോപ്സ് ഹാവ് സ്പെസിഫിക് റിക്വയർമെന്റ്സ്. ഓരോ ക്രോപ്സിന് ഓരോരോ റിക്വയർമെന്റ്സ് ഉണ്ട്. അതായത് നമ്മുടെ കേസ് തന്നെ നമുക്ക് ഈ ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്, നമുക്ക് ഈ ഫുഡ് കഴിക്കാൻ ഇഷ്ടമല്ല, അത് നമുക്ക് ഓരോരോ ഡിമാൻഡ് ഉണ്ടാവും. നമുക്ക് ബിരിയാണി തന്നെ വേണം, അത് നമുക്ക് മന്തി തന്നെ വേണം, അങ്ങനെ ഓരോരോ എന്താ പറയാ നമ്മളുടേതായ റിക്വയർമെന്റ്സ് നമുക്ക് ഉണ്ടാവും. അതേപോലെ ചില പ്ലാന്റ്സിന് കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ടാവും, ചിലതിന് വേറെ റിക്വയർമെന്റ്സ് ആയിരിക്കും. അത് ഡിഫർ ആവും. ഓക്കെ അല്ലേ മക്കളെ? എന്ന് ശ്രദ്ധിച്ചോ. ഡിഫറെന്റ് ക്രോപ്സ് ഹാവ് സ്പെസിഫിക് റിക്വയർമെന്റ്സ് ഫോർ ഒപ്റ്റിമൽ ഗ്രോത്ത്. അവരുടെ എന്തിനാടാ? ഒപ്റ്റിമൽ ഗ്രോത്തിന് വേണ്ടിയിട്ട്. നോക്കടാ, ഒപ്റ്റിമൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് they have different requirements. They have different എന്താണ് റിക്വയർമെന്റ്സ് ഉണ്ട് അവർക്ക് അല്ലേടാ? അവർക്ക് അത്രയും റിക്വയർമെന്റ്സ് ഉണ്ട്. സോ ഡിഫറെന്റ് ക്രോപ്സ്, അത് നോക്ക്, ഡിഫറെന്റ് ക്രോപ്സ് ആണ് ഏടാ. ഡിഫറെന്റ് ക്രോപ്സ് ഹാവ് സ്പെസിഫിക് റിക്വയർമെന്റ്സ് ഫോർ ദെയർ ഒപ്റ്റിമൽ ഗ്രോത്തിന്. ഒപ്റ്റിമൽ ഗ്രോത്തിന് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്. എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. സോ ഫാക്ടേഴ്സ് ലൈക്ക്, ആരൊക്കെയാണ് ഫാക്ടേഴ്സ്? ശ്രദ്ധിക്കുക. ക്ലൈമറ്റിക് കണ്ടീഷൻസ് അല്ലേ? സോ ഓരോ ടൈപ്പ് ഓഫ് പ്ലാന്റ് അതിൻ്റെതായ ക്ലൈമറ്റ് വേണം. നമുക്കിപ്പോ എന്താ പറയാ, വി ഹാവ് ഡെസേർട്ട് പ്ലാന്റ്സ്, വിന്റർ പ്ലാന്റ്സ്, സമ്മർ പ്ലാന്റ്സ്, അങ്ങനെ പലതരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ട്. സോ ഡെസേർട്ട് പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ അവർക്ക് വാട്ടർ സ്റ്റോറിംഗ് കപ്പാസിറ്റി ഉണ്ട്, സീറോഫൈറ്റിക് അഡാപ്റ്റേഷൻസ് ഉണ്ട് അല്ലേ മക്കളെ? സോ അവരിൽ വാട്ടർ സ്റ്റോർ ചെയ്യും, അവർക്ക് ചൂട്
ക്ലൈമറ്റ് താങ്ങാൻ പറ്റുന്ന രീതിയാണ്. സോ ക്ലൈമറ്റിക് കണ്ടീഷൻസ് അവിടെ മാറ്റർ ആണ്. സോ ചില ചെടികളും ചില ക്രോപ്സും ഒക്കെ ചില ക്ലൈമറ്റിൽ മാത്രമാണ് നമ്മൾ സീസൺ വൈസ് ആണ് അവര് ഗ്രോ ചെയ്യുക. അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഡിഫറെന്റ് ക്രോപ്സ് ഹാവ് സ്പെസിഫിക് റിക്വയർമെന്റ്സ് ഫോർ ഒപ്റ്റിമൽ ഗ്രോത്ത്. എന്താണ് ഫാക്ടേഴ്സ് ലൈക്ക് ക്ലൈമറ്റിക് കണ്ടീഷൻ? എന്താ മക്കളെ? ക്ലൈമറ്റിക് കണ്ടീഷൻ. അടുത്ത നോക്ക്, ടെമ്പറേച്ചർ. എന്താണ് മക്കളെ? ടെമ്പറേച്ചർ. അടുത്തത് ഫോട്ടോ പീരീഡ്സ്. ടെമ്പറേച്ചർ ഉണ്ട്, ഫോട്ടോ പീരീഡ്സ് ഉണ്ട്. നമ്മുടെ സൺലൈറ്റ് ഒക്കെ, സൺലൈറ്റ് അങ്ങനെ കോമ്പണന്റ് ആണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നാച്ചുറലി നമ്മുടെ എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ആണ് ഇവരൊക്കെ. എന്താണ്? എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ആണ് ഇവ. അപ്പൊ ഇതിനാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് മക്കളെ? ഫാക്ടേഴ്സ് എന്ന രീതിയിൽ നമ്മൾ ഇവരെ കൺസിഡർ ചെയ്യുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആണോടാ? ഓക്കെ അല്ലേ? സോ എന്താണ് ക്ലൈമറ്റിക് കണ്ടീഷൻസ്? വി ഹാവ് ക്ലൈമറ്റിക് കണ്ടീഷൻസ്, ടെമ്പറേച്ചർ ആൻഡ് ഫോട്ടോ പീരീഡ്സ്. വി ഹാവ് ക്ലൈമറ്റിക് കണ്ടീഷൻ, പോരട്ടെ, ടെമ്പറേച്ചർ, ഫോട്ടോ പീരീഡ്സ്. ക്ലിയർ അല്ലടാ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സോ ഇറ്റ്സ് എസെൻഷ്യൽ ഫോർ farmers to consider these factors to maximize yield and quality. അപ്പോൾ ഇതിന്റെ ഈൽഡും ക്വാളിറ്റിയും ഒക്കെ നിലനിർത്താൻ, ഒരു ക്രോപ്പിന്റെ ഈൽഡും ക്വാളിറ്റിയും ഒക്കെ നിലനിർത്താൻ ഈ കണ്ടീഷൻസ് ഒക്കെ പാലിച്ചിരിക്കണം. അവർ ഈ കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്യണം. ആ പ്ലാന്റ് ഈ ക്ലൈമറ്റ് പറ്റുമോ, അല്ലെങ്കിൽ ഈ സീസണിൽ ഉണ്ടാവേണ്ട പ്ലാന്റ് ആണോ, അതിനെങ്ങനെയായിരിക്കും അതിന്റെ ക്ലൈമറ്റിക് കണ്ടീഷൻ, അതിന് വേണ്ട റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, ടെമ്പറേച്ചർ എങ്ങനെയാണ്, അതിന്റെ ഫോട്ടോ പീരിയോഡിസം എങ്ങനെയാണ്, അതിന്റെ കാര്യങ്ങളൊക്കെ അവർ നന്നായി ശ്രദ്ധിച്ചിട്ട് മാത്രമാണ് ഇത് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റിയും പിന്നെ ക്രോപ്പിന്റെ പ്രൊഡക്ടിവിറ്റിയും കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫാമേഴ്സിന്റെ ഒരു ടേക്ക് കെയർ ആണ്, ഇത് ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളൊക്കെ എസെൻഷ്യൽ ഫോർ ഫാമേഴ്സ് ടു കൺസിഡർ ദീസ് ഫാക്ടേഴ്സ് ടു എന്താണ് മക്കളെ? മാക്സിമൈസ് ഈൽഡ്. ഇതിന്റെ ഈൽഡ് മാക്സിമൈസ് ചെയ്യാൻ, കൂട്ടാൻ, ഈൽഡ് മാക്സിമം കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ മക്കളെ? ഇത്തിരി ആണ് എന്ത് crop requirements എന്ന് പറഞ്ഞ ഒരു പാർട്ട്. ഐ ഹോപ്പ് ദ ക്രോപ്പ് റിക്വയർമെന്റ്സ് ഈസ് ക്ലിയർ ഫോർ യു. സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് അല്ലേടാ? ഓക്കെ, നോക്ക്, ഇതാ നമ്മൾ പറഞ്ഞത്. അതായത് നമ്മുടെ എന്താ പറയാ, ആ ക്ലൈമറ്റിക് കണ്ടീഷൻസ് ഉണ്ടോ? ഈ ഒരു ക്ലൈമറ്റ് ഒക്കെ പ്ലാന്റ്സിന് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഒരു മൂടിയായിട്ടുള്ള ക്ലൈമറ്റ് ഉണ്ടോ? ഇതൊക്കെ പച്ചപ്പ് നിറഞ്ഞ എന്താ പറയുക, നമ്മുടെ പ്രകൃതി കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ? അപ്പൊ അതൊക്കെ അതിൻ്റെതായ കണ്ടീഷൻസും പിന്നെ കണ്ടോ ഫോട്ടോ പീരിയോഡിസം അങ്ങനത്തെ കാര്യങ്ങളോ, മെയിൻ ആയിട്ട് സൺലൈറ്റ് കണ്ടീഷൻ, ടെമ്പറേച്ചർ കണ്ടീഷൻ, ഈ ഒരു കണ്ടീഷൻ കാണോ നിങ്ങള്? നമ്മുടെ പച്ചപ്പ്, ഹരിതപരമായ കണ്ടീഷൻ, അപ്പോൾ ഹരിതാപം, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇവിടെ ഡീൽ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ മക്കളെ? ഐ ഹോപ്പ് ദീസ് കോൺസെപ്റ്റ്സ് ആർ ഡാം ക്ലിയർ ഫോർ യു. ഇസ് ഇറ്റ്? ഓക്കെ.